വീഡിയോ കണ്ടിട്ടിരിക്കുന്നത് വളരെ സന്തോഷമായിട്ട് ഒരു ക്ലാസ് കണ്ടതിൻ്റെ അടുത്ത് എംപയർ ഐലൻഡിലെ പഴയ പുലികളാണ് പുലികൾ. പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ഇന്ന് ഡ്രൈവിങ് ടൈറ്റായി. കോട്ടയം റൂട്ടിൽ എൻ്റെ ഏറ്റവും വലിയ ശത്രു ഉണ്ട്. അതിൻ്റെ മുമ്പിൽ റോഡുണ്ട്. കയറാൻ പറ്റുമോ നോക്കാം. ആ കാറുകാരൻ ഓഫായി പോയത് കയറാൻ പറ്റില്ല. അവിടെ മൊത്തം വണ്ടികൾ. ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തപ്പോൾ കയറിപ്പോയി. അപ്പോൾ നമ്മുടെ ടേണായി. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പുറകിൽ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ പൊക്കി ഇതിൻ്റെ മുകളിലോട്ട് കാണിക്കും. അപ്പോൾ കണ്ടെയ്നറൊക്കെ കയറ്റി വണ്ടി ഇന്നലെ വെള്ളാർപാടത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഹാൾട്ടിലാണ് ഇട്ടത് ഐലൻഡിൽ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇന്ന് വണ്ടി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് പോകേണ്ടത് കോട്ടയം കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇന്നലെ രാത്രി എംപയർയാർഡിൽ നിന്ന് കയറ്റിയ കണ്ടെയ്നറാണ്. അവിടെ ചെന്നപ്പോൾ പിള്ളേർ നമ്മുടെ വീഡിയോ കണ്ടിട്ടിരിക്കുന്നത് വളരെ സന്തോഷമായിട്ട് ഒരു ക്ലാസ് കണ്ടെയ്നർ എടുത്തു തന്നു എംപയർയാർഡിൽ നിന്ന്. അടിപൊളിയാണ്. നല്ലൊരു കണ്ടെയ്നർ. കുറേ നാളായിട്ട് ഈ നല്ലൊരു കണ്ടെയ്നർ കിട്ടുന്നുണ്ടായിരുന്നില്ല. സിറ്റി സർവീസ് ബസ് കുറേ നാൾ കൊണ്ടുനടന്നതാണ്. കാണുമ്പോൾ ഇപ്പോഴും ആ ഒരു ഓർമ്മ. തോപ്പുംപടി പാലത്തിൻ്റെ ഇറക്കിനുള്ള ജംഗ്ഷൻ, നമ്മുടെ പുതിയ പാലത്തിൻ്റെ ഇറക്കിനുള്ള ജംഗ്ഷനുകൾ. നമുക്ക് ഇവിടെ നിന്ന് നേരെ കുണ്ടന്നൂരായിട്ടാണ് പോകേണ്ടത്. കുണ്ടന്നൂർ വഴി തൃപ്പൂണിത്തുറ മിനി ബൈപ്പാസ് വഴി നേരെ പുതിയാവ്, കാഞ്ഞിരമറ്റം, തലവളപ്പറമ്പ്, ഏറ്റുമാനൂർ. ബസ് സ്റ്റോപ്പിന് പറ്റിയ പരസ്യം. അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ റൈറ്റ് വിടും, ഇല്ലെങ്കിൽ വിടിയല്ല. ഭാഗ്യത്തിന് റൈറ്റിലേക്ക് കയറി പോയിക്കോന്ന് പറഞ്ഞു. വേറെ പോലീസുകാരനായിരുന്നു. സ്ഥിരം നിൽക്കുന്ന ഒരാളല്ല. സ്ഥിരം നിൽക്കുന്ന ആളാണെങ്കിൽ വിടിയല്ല. ഇവിടെ ഇവിടെ അതേ മിനി ബൈപ്പാസിലേക്ക് കയറി. ഇപ്പോൾ സമയം 11:30. അവരോട് ഞാൻ 1:30ക്ക് വണ്ടി കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണത്. ഒരു 1:30ക്ക് വണ്ടി എത്തിക്കണം അവിടെ. എങ്ങനെയാലും ഇപ്പോൾ തൃപ്പൂണിത്തുറയായി എന്തായാലും. ഇനി ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ തിരക്കുണ്ടെന്നല്ല. ശനിയാഴ്ച കൊണ്ട് ഇന്ന് ഭയങ്കര വണ്ടി റോഡിൽ മൊത്തം. അപ്പോൾ തിരക്കാണ്. എന്തായാലും എത്താമെന്ന് നോക്കാം. 1:30ക്ക് എത്തിക്കണം എന്തായാലും. 1:30ക്ക് എത്തിച്ചില്ലെങ്കിൽ ഇന്ന് ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകൾക്കും പണിയും കഴിഞ്ഞ് നേരത്തെ വീട്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. മാക്സിമം നോക്കണം 1:30ക്ക് മുമ്പായിട്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം നോക്കണം. ഇന്ന് ഡ്രൈവിങ് ടൈറ്റായി. കോട്ടയം റൂട്ടിൽ എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നല്ല പറയണ അളിയനെ കയറിപ്പോണെങ്കിൽ പണിയാണ്. കാരണം ഈ കയറ്റം കയറുമ്പോൾ കയറാൻ പറ്റും. അതിൽ താമസിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ല. അത് അടുത്ത് ഒരെണ്ണം കൂടി പോകുന്നുണ്ട്. അതിനെ കൂടി കയറാൻ പറ്റിയ ഇന്നത്തെ കാര്യം ഓക്കെ. എനിക്ക് അവിടത്തോളമായിട്ട് വലിക്കേണ്ടി വരും. ഈ കയറ്റത്തിൻ്റെ അവിടെ വരുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട് അപ്പോഴേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ ഗ്യാപ്പിലൊരു കറങ്ങി പെട്ട് നമ്മൾ കിലോമീറ്ററിൽ പുറകെ കിടന്ന് വലിക്കേണ്ടി വരും. ഒരു ഉപകാരം വെച്ചാൽ ഇവരൊക്കെ കറക്റ്റ് 1 മണിക്ക് ഭക്ഷണം വിടും. ഭക്ഷണം കഴിച്ച് നിർത്തുന്ന സമയത്ത് ടാങ്കർ ലോറി റോഡ് ഇപ്പോൾ നല്ല മുമ്പിൽ വേറെയുണ്ട്. ഒരെണ്ണത്തിന് ഓട്ടേക്ക് അതിൻ്റെ പുറകെ തന്നെ കിടക്കാം. അതിൻ്റെ മുമ്പിലും വേറൊരെണ്ണമുണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരെണ്ണം കൂടി പോകേണ്ടത് ശരിക്കും. അതാണ് ആ മുമ്പിലത്തെ കാറൊന്നും പോകാത്തത്. ഉണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരെണ്ണം കൂടി ഉണ്ട്. കയറാൻ പറ്റുമോന്ന് നോക്കാം. കയറാൻ പറ്റിയ രക്ഷപ്പെട്ടു. ആ കാറുകാരൻ ഓഫായി പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു പെണ്ണ പഠിക്കണം. അതുകൊണ്ട് കയറാൻ പറ്റി. ഇതിൻ്റെ മുമ്പിൽ ഒരെണ്ണം കൂടി പോകുന്നുണ്ട്. അത് ഇനി എന്തായാലും തലവലപ്പുറം കഴിഞ്ഞിട്ട് അടുത്തൊരു കയറ്റം കയറുന്നുണ്ട്. ആ കയറ്റത്തിൻ്റെ അവിടെ വെച്ചേക്ക് മിക്കവാറും അതിനെ കിട്ടുള്ളൂ. അത് ഇത്ര നേരം ഇതിൻ്റെ ഗ്യാപ്പിൽ കയറിക്കണേ കാറുകാരൻ അതിൻ്റെ ഇടയ്ക്ക് കയറി പോയാൽ അടുത്ത കയറ്റം വരുമ്പോൾ നമുക്ക് ആ വണ്ടിയിലേക്ക് കയറാം. അല്ലെങ്കിൽ അതിൻ്റെ പുറകെ കിടന്ന് ഇങ്ങനെ വലിയേണ്ടി വരും. നമ്മുടെ ഡ്രൈവർമാരെ ഇങ്ങനെ മുൾമുനെ നിർത്താണ്ട് ഇവർക്ക് ഒരു കുറച്ച് സ്ഥലത്തെങ്കിലും ഒരു ഡബിൾ ലൈൻ ഉണ്ടാക്കി ഇട്ടെങ്കിൽ എന്തായിരുന്നു സ്ഥലമുള്ള സ്ഥലത്ത്. കയറ്റത്തി വെച്ച് അടുത്തവനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കയറാൻ പറ്റില്ല. അവിടെ മൊത്തം വണ്ടികൾ. ഓപ്പോസിറ്റ് മൊത്തം വണ്ടി തന്നെ. കടുത്തുരുത്തി കയറ്റത്തിൻ്റെ മുകളിൽ വെച്ച് കിട്ടി. പക്ഷേ രക്ഷയില്ല.
ഒടുക്കത്തെ തിരക്കാണ്. ശനിയാഴ്ച ചെയ്തുകൊണ്ട് മൊത്തം വണ്ടിക്ക് കാറുകാരുടെ ബഹളമാണ്. അപ്പോൾ 12:32 നമ്മൾ ഏറ്റുമാനൂർ എത്താൻ പോകും. ഏറ്റുമാനൂരേക്ക് ഇനി ഒരു 8 കിലോമീറ്റർ. അപ്പോൾ ഒരു 1:30ക്ക് കറക്റ്റായിട്ട് വണ്ടി പിടിക്കാൻ പറ്റുമായിരിക്കും. അവർ പിള്ളേരെല്ലാം ഊണ് കഴിച്ചിട്ട് വന്നിട്ട് സ്റ്റഫിങ് തുടങ്ങാനുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ കറക്റ്റ് 1:30ക്ക് അവിടെ റാമ്പിൽ പിടിച്ചു കൊടുത്താൽ അവർക്ക് സ്പീഡിൽ സ്റ്റഫ് ചെയ്ത് തീർക്കാം. അത് കുറച്ച് ടൈം എടുക്കുന്ന സ്റ്റഫിങ്ങാണ് എന്തായാലും. കറക്റ്റ് 1 മണിയായപ്പോൾ കോട്ടയം കയറി. ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ് കൂടി മതി കമ്പനിയിലേക്ക് എത്താനായിട്ട്. കറക്റ്റ് 1:30ക്ക് നമുക്ക് വണ്ടി അവിടെ പിടിച്ചു കൊടുക്കാം. ശനിയാഴ്ച കൊണ്ട് ഒടുക്കത്തെ ബ്ലോക്കാണ്. കോട്ടയത്തും ബ്ലോക്കാണ്, റോഡിൽ മൊത്തം ബ്ലോക്കാണ്. ഒരു രക്ഷയില്ല. തിരിച്ചിങ്ങോട്ട് ഒരു 8:30 കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുള്ളൂ എന്തായാലും രാത്രി. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് കമ്പനിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 1:20 ആയിട്ടുള്ളൂ, 23 ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു വണ്ടി ലോഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അത് തീർന്നിട്ടില്ല. അതിപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വണ്ടി അവിടെ തീർന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ റൈറ്റിലേക്കുള്ള വഴിയിലേക്ക് പോകണം. ഈ ചെറിയ വഴിയിലേക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ കൊണ്ടൊന്ന് ഒതുക്കിയിട്ടിരുന്നു. അപ്പോൾ മറ്റേ വണ്ടിയുടെ ലോഡിങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലാൻ എന്തായാലും. അവിടെ ആ വണ്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ സൈഡിലേക്ക് ഒതുക്കിയിടാം. അപ്പോൾ നമ്മുടെ വണ്ടി റാമ്പിൽ പിടിക്കാം. മറ്റേ വണ്ടി എടുത്ത് സൈഡിലേക്ക് ഒതുക്കിയിട്ടാൽ മതി. അതിപ്പോൾ അവിടെ പിള്ളേരുന്നു. അപ്പോൾ അവരെ ഒതുക്കി ഇട്ടിട്ട് റെഡിയാക്കി നിർത്താമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. അവർക്ക് വണ്ടി ഇറങ്ങിയാണ്. ആ വണ്ടി സൈഡ് കൊടുക്കും. അപ്പോൾ വണ്ടികൾ കൊടുക്കാനുള്ള സ്പേസ്. ഇത് സിംഗിൾ റോഡാണ്. ഒരു വണ്ടി പോകാനുള്ള സ്ഥലം. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രസമാണ്. ഇവിടെ മൊത്തം പച്ചപ്പും ചെറിയതാ പോകി.
വണ്ടി പിടിച്ച് ലോഡിങ് ഒരു 2:30 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്. അത് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോൾ സമയം 6:50 ഇതുവരെ തീർന്നിട്ടില്ല. കാരണം അത് ഇത്തിരി ലേറ്റ് ആവണ ഒരു സ്റ്റഫിങ് ആണത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പാക്കറ്റുകൾ കറക്റ്റായിട്ട് അട്ടിട്ട് പോയാലേ സാധനം തീരുള്ളൂ. ഇത് കറക്റ്റായിട്ട് അട്ടിട്ടില്ലെങ്കിൽ ചരിഞ്ഞരിഞ്ഞു പോകും. അപ്പോൾ കുറേ ടൈം എടുക്കും ഈ സാധനം സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഫസ്റ്റ് ലോഡ് ചെയ്ത വണ്ടി ഇത് ഇപ്പോൾ ഇറങ്ങണതാണ്. നമ്മുടെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ലോഡ് ചെയ്ത വണ്ടി ഇന്ന് ഇപ്പോൾ ശനിയാഴ്ചയാണ്. എന്തായാലും ഇറക്കിയുമില്ല, ലോഡ് ഇറക്കിയുമില്ല. അത് പിന്നെ നേരത്തെ ഓടിപ്പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അയാൾ ഇറങ്ങിയിട്ട് ഇന്ന് 7 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇപ്പോൾ 7 മണിയായി. വണ്ടി ലോഡിങ് കഴിഞ്ഞിട്ട് എപ്പോൾ ഇറങ്ങുമെന്ന് തീർച്ചയായും എന്തായാലും കുഴപ്പമില്ല. രാത്രി ഓടിക്കുകയാണെങ്കിൽ നല്ലത്. ഒരു 9 മണിയാകുമ്പോൾ എടുക്കുകയാണെങ്കിൽ സുഖമായിട്ടൊരു 10-11 മണിയാകുമ്പോൾ അവിടെ എത്താം. അപ്പോൾ 8 മണിയായപ്പോൾ ലോഡിങ് കഴിഞ്ഞ് സീലൊക്കെ ഇട്ട് ഇനിയിപ്പോൾ വല്ലാറുകുളത്തേക്ക് കൊണ്ട് വണ്ടി ഇടുക, നേരെ വീട്ടിലോട്ട് പോകുക. അവിടെ പാർക്കിങ്ങിനകത്ത് വണ്ടി കയറ്റിയിടുക. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ഇതിൻ്റെ പേപ്പർ വർക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച രാവിലെ ഇറക്കാനുള്ള ഫോം തീറ്റിങ് കാര്യങ്ങളൊക്കെ ആവുള്ളൂ. അപ്പോൾ വന്നിട്ട് ഇറക്കണം. അപ്പോൾ നമുക്ക് പോകാനുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കിട്ടി. സീലും ഇട്ട് എല്ലാം റെഡിയാണ്. ഇനിയിപ്പോൾ വണ്ടി എടുത്ത് പതുക്കി പോയാൽ മതി. അപ്പോൾ എനിക്ക് താമസമായത് കാരണം ഇന്ന് ശനിയാഴ്ചയാണ്. റോഡിലേക്ക് കൊടുക്കൽ തിരക്കായിരിക്കും. നമുക്കിപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് ഇറക്കാനൊന്നും പറ്റില്ല. അപ്പോൾ രാത്രി സമാധാനമായിട്ട് അങ്ങോട്ട് ഓടിച്ചു പോകാം. അവിടെ കൊണ്ട് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടിട്ട് പോയാൽ മതി. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, പാർക്കിങ് ടൈറ്റ് ആയിരിക്കും. എന്നാലും ഇട്ടിട്ട് പോകണം. പാർക്കിങ്ങിൽ തന്നെ ഇടാൻ പറ്റുള്ളൂ. കാരണം ലോഡ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് പുറത്തിടാൻ പറ്റില്ല. അപ്പോൾ പാർക്കിങ്ങിനകത്ത് സേഫായിട്ട് ഇട്ടിട്ട് പോകാം. അപ്പോൾ ഏറ്റുമാനൊന്ന് ഡീസലൊക്കെ അടിച്ച് പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്ത് രാത്രി ആയതുകൊണ്ട് ഒരാളും ഇല്ല റോട്ടിൽ. നല്ല സുഖമായിട്ട് ഓടിച്ചു പോകാം. 10:30 വരെ കിടന്നാലെന്താണ് കമ്പനിയിൽ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ വല്ലാറോടത്തെത്തും. ഇപ്പോൾ നമ്മൾ തലവലപ്പറമ്പ് കഴിഞ്ഞ് ഇപ്പോൾ സാധാരണ നമ്മൾ തലവലപ്പറമ്പിൽ നിന്ന് റൈറ്റാണ് പോണത്. ഇപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് ഇവിടെ വൈക്കം വഴി അങ്ങോട്ട് തിരിഞ്ഞ്. വൈക്കം വഴി ആകുമ്പോൾ വലിയ ഗിയർ മാറ്റലുണ്ടാവില്ല. സുഖമായിട്ട് അങ്ങോട്ട് ഓടിച്ച് പോകാൻ നോക്കും. ലെവൽ റോഡല്ലേ. മറ്റേ ഇവിടെ കയറ്റം ഇറക്കമൊക്കെ ആയതുകൊണ്ട് വണ്ടിയും വലിക്കണം. അപ്പോൾ ഈ വഴി പകലല്ലെങ്കിൽ ഇത്തിരി തിരക്കുള്ള സമയത്ത് ഈ വഴി വരുന്നത് ചടങ്ങാണ്. കാരണം ഇവിടെ ലൈനല്ല, സൈഡിൽ മരമുണ്ട്. മരമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നടുക്കിട്ട് ഓടിക്കേണ്ടി വരും. ഈ ലെഫ്റ്റ് ചേർത്ത് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തിരക്കുള്ള സമയത്ത് ഇവിടെ കൂടി ഓടിക്കുന്നത് പണിയാണ്. ഇത്തിരി ചവിട്ടി നമുക്ക് ഭ്രാന്താവും. കാരണം ഒരു വണ്ടി, വലിയ വണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് എന്തെങ്കിലും ഓപ്പോസിറ്റ് വന്നാൽ ലെഫ്റ്റ് ഒതുക്കേണ്ടി വന്നാൽ നമുക്ക് ചവിട്ടേണ്ടി വരും. അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. മൊത്തം മരമാണ് ഈ സൈഡിലൊക്കെ. അപ്പോൾ ആ മരത്തിൽ കൊള്ളാതിരിക്കണമെങ്കിൽ സ്ലോയിൽ പോകാനും പറ്റുള്ളൂ. രാത്രിയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ആ ടോപ്പിലിട്ട് നൈസായിട്ട് അങ്ങോട്ട് ചവിട്ടി പിടിച്ച് അങ്ങോട്ട് പോവുക. പള്ളിയിൽ പെരുന്നാൾ വന്നു.
ക്രൂയിസ് സെറ്റ് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. ഒരു വണ്ടി കുറേ നേരം ഞാൻ അടിപൊളി ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തപ്പോൾ കയറിപ്പോയി. കുറേ നേരമായിട്ട് ബാക്കിൽ കിടന്ന് കളിക്കണേ. ഈ തിരക്കില്ലാത്ത സമയത്ത് ബാക്കിൽ ഇട്ട് ബ്രൈറ്റാണ് ഇട്ടേക്കണത് ലൈറ്റ്. നമുക്ക് ഓടിക്കാനെന്ന് തോന്നുന്നു. ബാക്കിൽ കിടന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും. ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തപ്പോൾ സാധനം കയറിപ്പോയി. അത്ര നേരം അവർക്ക് അറിയാൻ പാടില്ല ഈ വണ്ടിയിൽ എങ്ങനെ ഓട്ടേക്ക് വരുന്നത്. എന്താ സംഭവം ഒന്നും മനസ്സിലാവില്ല. ഈ അമ്പലത്തിലെ ഉത്സവമാണ്. അതിൻ്റെ ലൈറ്റ് ആയിട്ടേക്കാം. ഈ പാലം നല്ല സ്ഥിരം ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. കാരണം പാതിരാത്രിക്ക് വരുമ്പോൾ നേരെ ഇവിടെ കൊണ്ടൊന്ന് നിർത്തും പാലത്തിന് നടക്കും. എന്നിട്ട് അങ്ങോട്ട് ഫോട്ടോ എടുക്കും. നല്ല അടിപ്പം ഫോട്ടോ കിട്ടും ആ ലൈറ്റൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി അല്ല ശനിയാഴ്ച രാത്രി കൊണ്ടുവന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തത് ഇവിടെ പാർക്കിങ്ങിൻ്റെ അകത്താണ്. കാരണം അത് ഇറക്കാനുള്ള പേപ്പറായിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ പേപ്പറായിട്ടുണ്ട്. അപ്പോൾ കൊണ്ട് വല്ലാറോടത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടെയ്നർ ഇന്ന് കയറ്റിയിടണം. നാളെ രാവിലത്തേക്ക് കോട്ടയം പോകാനുള്ളത്.
കാണിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പിടിക്കണം. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കണം. ഇത് കസ്റ്റംസിൻ്റെ ചെക്കിങ് ഏരിയയാണ്, കസ്റ്റംസ് ചെക്കിങ് ഏരിയയാണ്. ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ നിന്ന് സ്കാൻ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് കസ്റ്റംസിനെ കാണിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇറക്കാനുള്ള പെർമിഷനൊക്കെ റെഡിയാവും. അപ്പോൾ കസ്റ്റംസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറക്കേണ്ടുന്ന ഫോം 30 അടിച്ചിട്ട് ക്ലിയറിങ്ങിൻ്റെ ആൾ തരാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഏരിയയിൽ നിന്ന് നമുക്ക് ഫോം 30 എന്ന് പറഞ്ഞ പേപ്പർ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അത് സീൽ വെച്ച് തന്നാൽ നമുക്കവിടെ ബബിൾ ഗേറ്റിൽ കൊണ്ടുപോയിട്ട് കണ്ടെയ്നർ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ യാർഡിൽ കൊണ്ട് സ്റ്റാക്ക് ചെയ്താൽ മതി കണ്ടെയ്നർ. നമ്മുടെ പേപ്പർ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ക്യാബിനിൽ കൊടുക്കണം. ക്യാബിനിൽ കൊടുക്കുമ്പോൾ അവിടെ വെരിഫൈ ചെയ്ത് നമുക്ക് അകത്തേക്ക് കയറാനുള്ള RTGയുടെ അവിടെ കൊണ്ട് കാണിക്കാനുള്ള പാസും ബാറ്റും തരും. അപ്പോൾ നമുക്ക് ഇറക്കേണ്ട സ്ലോട്ട് എഴുതിയേക്കുന്ന ചെറിയ പേപ്പറും കിട്ടിയിട്ടുണ്ട്, ബാറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റും പേപ്പറുമായിട്ട് നേരെ ഇറക്കേണ്ട യാർഡ് ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകണം. നമുക്ക് കിട്ടിയേക്കണ 3A30 എന്ന് പറഞ്ഞ യാർഡിലാണ് ഇറക്കേണ്ടത്. ആ സൈഡിലേക്ക് 2A യാർഡുകളാണ്, ഈ സൈഡിലേക്ക് നമുക്ക് പോകേണ്ടത് 3A യാർഡ്. 3A യാർഡുകളിലേക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇതിപ്പോൾ 3F ആണ്, നമുക്ക് വരുന്നത് 3F. അപ്പോൾ 3E 3D അങ്ങനെ ചെന്ന് 3A30യിലാണ് നമുക്ക് ചെല്ലേണ്ടത്. 3A30. അപ്പോൾ 3A എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സ്ലോട്ടാണ്. അപ്പോൾ ഈ സ്ലോട്ടിൽ ഇവിടെയാണ് നമുക്ക് കണ്ടെയ്നർ വെക്കേണ്ടത്. അപ്പോൾ 3Aയിൽ അത്യാവശ്യം നല്ല വണ്ടിയുണ്ട്. അപ്പോൾ 3A30യിൽ തന്നെയാണ് എല്ലാ വണ്ടിയും ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് കാര്യമില്ല, അവിടെ വട്ടം കയറണ്ടായിരിക്കുമോ, അപ്പോൾ എന്താണ് ഉദ്ദേശം എന്നറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, പുറകിൽ വെയിറ്റ് ചെയ്യാം. കയറി ചെന്നാലും ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഇറക്കേണ്ടത്. പിന്നെ കയറി ചെന്നിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ അവിടുത്തെ റിവേഴ്സ് വെക്കേണ്ടി വരും. അവരുടെ ഇപ്പോൾ കയറിപ്പോയ വണ്ടി ചിലപ്പോൾ 30യുടെ മുകളിലോട്ട് അപ്പുറത്തോട്ട് വേറെ വല്ലതും പോകാനുള്ളതായിരിക്കും. 30 കഴിഞ്ഞിട്ട് വല്ല 20 അങ്ങോട്ട് വല്ലതും ഇറക്കാനുള്ള കണ്ടെയ്നറായിരിക്കും. 52 വരെ ഇപ്പോൾ ക്യൂ ഉണ്ട്. 52 അപ്പോൾ നമുക്ക് 30 ആണ്. അപ്പോൾ 52 എന്ന് പറയുമ്പോൾ ഇനിയും അങ്ങോട്ട് കുറച്ചും കൂടി ദൂരമുണ്ട്. എന്നാലും ഈ വണ്ടി ചിലപ്പോൾ ഇറക്കിയിട്ട് നീങ്ങി പോകും. അപ്പോൾ നമ്മൾ വെറുതെ അതിൻ്റെ വട്ടം കയറ്റി ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഈ ലൈനിൽ തന്നെ പിടിച്ച് പോയാൽ അവർ ഇറക്കി കഴിഞ്ഞിട്ട് പതുക്കെ പുറകെ ചെല്ലാം. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിച്ചെന്ന ഈ മുമ്പിൽ കിടക്കുന്ന വണ്ടീനോട് ചോദിച്ചു. അപ്പോൾ ആ വണ്ടി ഇറക്കേണ്ടത് 48ലാണ്, നമുക്ക് 30ലാണ് ഇറക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മറ്റേ വണ്ടി കയറിയ പോലെ ലെഫ്റ്റിൽ കൂടി കയറാൻ വേണ്ടി ചെല്ലാം. അപ്പോൾ നമുക്ക് ഭാഗ്യമില്ല, RTG അങ്ങോട്ട് പോയി. ഇനി RTG അപ്പുറത്ത് നേരത്തെ വന്ന വണ്ടികൾ ഇറക്കിയിട്ട് ഇനി ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അതവിടെ ആ ലൈനിൽ കുറേ വണ്ടികൾ കിടക്കാനുണ്ടാവും ഓൾറെഡി. അത് നേരത്തെ വന്ന വണ്ടികളാണ്, നമ്മളിപ്പോൾ വന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് വണ്ടികൾ 4 വണ്ടികളൊക്കെ കിടക്കാനുണ്ട്. അതൊക്കെ ഇനി ഇറക്കിയിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ. നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇതാണ് ആ കപ്പലിൽ നിന്ന് നേരിട്ട് കണ്ടെയ്നർ ഇങ്ങോട്ട് എടുത്ത് വെക്കണം. ഈ ബെർത്തിലേക്ക് എടുത്ത് വണ്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്ന വലിയ RTG എന്നാണ് TC എന്നാണ് ഇത് ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. വലിയ ക്രെയിനാണിത്. നേരിട്ട് കപ്പലിൽ നിന്ന് കിടക്കുക. അപ്പോൾ കപ്പലിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ വെള്ള ലൈറ്റ് ഉണ്ട്, ആ സാധനം
നേരെ പൊങ്ങിയിരിക്കും കപ്പലിലെ വർക്ക് ഇല്ലാത്തപ്പോൾ. വർക്കുള്ള സമയത്ത് താഴ്ന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ ബാറ്റ് ഇങ്ങനെ പൊക്കി ഇതിൻ്റെ മുകളിലോട്ട് കാണിക്കുമ്പോൾ ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ അയാൾ കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് സാധനം എടുത്തുകൊണ്ട് പോയിക്കോളും. വണ്ടിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി വണ്ടി എടുത്ത് നമുക്ക് പോയാൽ ഇന്നിപ്പോൾ ഇവിടെ 2 കപ്പൽ ലോഡിങ്ങിനുണ്ട്. ഒന്ന് എവർചാൻഡും ഒരെണ്ണം വേറെ എന്തൊക്കെയാണ്. ഒരു കപ്പലും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ കണ്ടെയ്നർ ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ടുള്ള എയറിൻ്റെ അത് ഓഫ് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഭയങ്കര പിടുത്തമായിരിക്കും. അപ്പോൾ അത് നേരെ താഴത്തോട്ട് ഓഫാക്കി ഇടണം, അല്ലെങ്കിൽ ബാക്കിലോട്ടുള്ള ടയർ മൊത്തം ഭയങ്കര പിടുത്തമായിരിക്കും. അത് ഓടിക്കാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാനും പണിയാണ്. കാരണം ഭയങ്കര ചവിട്ടാൻ പറ്റില്ല. ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം വീല് ജാമാവും. അപ്പോൾ ഇനി കണ്ടെയ്നർ ഇറക്കി ഇനി നേരെ പുറത്തേക്ക് പോയി അടുത്ത കണ്ടെയ്നർ കയറ്റാൻ വേണ്ടിയിട്ട് കളമശ്ശേരിയിലേക്ക് പോകാം. ഇവിടെ നിന്നൊരു 17 കിലോമീറ്റർ. കളമശ്ശേരിയിൽ ചെന്നിട്ട് അവിടെ ഒരു MT യാർഡുണ്ട്. ആ യാർഡിൽ നിന്നാണ് കണ്ടെയ്നർ കയറ്റാറ്. 3 സ്റ്റാർ യാർഡെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ യാർഡിലേക്ക് പോകണം ഇന്നിപ്പോൾ. ഇപ്പോൾ സമയം 7:58 5 മണിയായപ്പോൾ എല്ലാവരോടത്തേക്ക് വന്നതാണ്. 5 മണിയായപ്പോൾ എല്ലാവരോടത്ത് വന്നതാണ്. 8 മണിയായപ്പോഴാണ് ഈ പണി തീർന്നത്. രാവിലെ തൊട്ട് വെയിറ്റിങ്ങിലാണ്. ഈ പണി ആകുമോ, ഇറക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള ടെൻഷനിൽ വെയിറ്റിങ്ങിലാണ്. ഒരു സ്ഥലത്തേക്കും പോകാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോൾ ആവുന്നു അപ്പോൾ കൊണ്ടുവന്ന് ഇറക്കണം. കാരണം ഇതിന് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കപ്പലിലേക്ക് ഇറക്കുന്നതിന് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടൈമിന് ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെനാൾട്ടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് ടൈമിന് വന്നിട്ട് ഇവിടെ വണ്ടി കൊണ്ട് സ്റ്റാക്ക് ചെയ്യണം. സ്റ്റാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് പെനാൾട്ടി വരും. അതും $, കണക്കിനായിരിക്കും വേണ്ടത്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകും. ഡെയിലി ഇങ്ങനെ തന്നെയുള്ളത് നമ്മൾ ഡെയിലി ആക്ടിവിറ്റി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാം. അതുകൊണ്ട് ഒരിക്കലും ഒന്നിനും ഡിലേ വരത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിച്ച് ഇനിയിപ്പോൾ ഈ ബാറ്റ് തിരിച്ചു കൊടുത്തിട്ട് നേരെ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് പേപ്പർ അടിച്ച് മേടിച്ച് നേരെ ഗേറ്റിൻ്റെ കൂടെ പോവാം പുറത്തേക്ക്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ കിട്ടും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പേപ്പറും കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഗേറ്റിൽ ചെന്നിട്ട് അവർ ഗേറ്റ് ഓപ്പൺ ചെയ്ത് തരും. പുറത്തേക്ക് പോവാം.